സോ പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒരു ക്രിസ്തുമസ് പശ്ചാത്തല സന്ദേശമാണ്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച സമർപ്പിച്ചു. വളരെ പരിചിതമായ സുവിശേഷ ഭാഗമാണ്. വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം മാത്രം കാണിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജ്ഞാനികൾ 3 ജ്ഞാനികൾ കിഴക്കുനിന്ന് വരികയാണ്. നക്ഷത്രം കണ്ടവർ വരുന്നു. ഹെറോദോസിന്റെ കൊട്ടാരം വഴി അവർ പ്രവചനത്തിന്റെ അപൂർത്തീകരണ സ്ഥലമായ ബേത്ലഹേമിലേക്ക് പോകുന്നു. ബേത്ലഹേമിൽ അവർ ഭവനത്തിൽ പ്രവേശിച്ച്, ഒരുപക്ഷെ ആ സമയത്ത് മാതാവ് ഔസേപ്പ് പിതാവും ഒരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാകണം. അപ്പോ പുൽക്കൂടിൽ നിന്നും ഭവനത്തിലേക്ക് മാറിയിട്ടുണ്ടാകണം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണ് വളരെ ഗൗരവത്തോടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു ഭാഗമാണ്. യേശു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ഉണ്ണി യേശുവിനെ, ശിശുവായ യേശുവിനെ കുമ്പിട്ട് ആരാധിക്കുന്ന ജ്ഞാനികൾ. അപ്പോൾ യേശു ക്രിസ്തുവിനെ ശിശുവായിരിക്കുമ്പോഴും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നേക്കും മനുഷ്യാവതാരത്തിന് മുമ്പും മനുഷ്യാവതാരത്തിലും മനുഷ്യാവതാരത്തിന് ശേഷവും ആരാധ്യനായ ദൈവമാണെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരുവനെ നമുക്ക് ജ്ഞാനി എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ഒരുവൻ ജ്ഞാനി ആകണമെങ്കിൽ, ആണെങ്കിൽ നിർബന്ധമായിട്ടും അവന്റെ അടയാളം എന്ന് പറയുന്നത് അവൻ യേശുവിനെ കുമ്പിട്ട് ആരാധിക്കും എന്നുള്ളതാണ്. അവന്റെ തിരിച്ചറിവാണ് യേശു ആരാധനായ ദൈവമാണ്. നമുക്കറിയാം കള്ളന്റെ കാര്യം, കുരിശിലെ കള്ളൻ, 2 കള്ളന്മാരുടെ കാര്യം നമുക്കറിയാം. അതിലൊരു കള്ളൻ രണ്ടുപേരും രക്ഷപ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൾ ഭൂമിയിലേക്കും മറ്റൊരാൾ സ്വർഗത്തിലേക്കും. അപ്പൊ സ്വർഗത്തിലേക്ക് രക്ഷപ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വർഗത്തിന്റെ രാജാവിനെയാണ് യേശുവിൽ കാണുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ രാജാവിനെ യേശുവിൽ കാണുന്നതുകൊണ്ടാണ് കള്ളൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, യേശുവേ, നീ നിന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. യേശുവിന്റെ രാജ്യം ഇവിടെ അല്ലെന്നും അത് നിത്യയുടെ രാജ്യമാണെന്നും അവിടെയാണ് മരിച്ചവർ പ്രവേശിക്കുന്നതെന്നും മരിച്ചുപോയ ആളിന്റെ ആത്മാവിനോട് പ്രവേശിക്കാൻ സാധിക്കുമെന്നുമുള്ള അതിയായ തീവ്രമായ വിശ്വാസത്തിന്റെ ആവിഷ്കാരമാണ് കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയോട് ചെയ്യുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ ഇതുപോലെ ചില സംഭവങ്ങളാണ് നമ്മളെ കർത്താവിന്റെ ആ ദിവ്യത്വം, ആ ദൈവികത മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത്. വായനയുടെ ഒരു പ്രത്യേകത നമുക്ക് എപ്പോഴും വേണം. ബൈബിൾ വായിക്കുമ്പോൾ ഇവിടെ ദൈവജന്മയെ ക്രിസ്തുമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമുക്ക് ഈശോയെ ആരാധിക്കാൻ പറ്റണം. എങ്ങനെ ആരാധിക്കണം? ചുമ്മാ നിന്നുകൊണ്ട് ആരാധിച്ച പോരാ, കുമ്പിട്ട് ആരാധിക്കണം. അവനെ കുമ്പിട്ട് ആരാധിക്കണം. അപ്പൊ യേശു മിക്കവാറും എന്താ പറയുന്നത്, ആ വീടിന്റെ തറയിലായിരിക്കണം കിടത്തപ്പെട്ടിരിക്കും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞല്ലേ, അതുകൊണ്ട് മിക്കവാറും തറയിലായിരിക്കും കിടത്തിയിരിക്കുക. അപ്പം ആ തറയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കുമ്പിടണം. മുട്ടുകുത്തി കുമ്പിട്ട് വേണം ആരാധിക്കാനാണ്. യേശുവിന്റെ പാദത്തിൽ ചുംബിക്കുമെന്നൊരു പ്രവചനവാക്യം സങ്കീർത്തന പുസ്തകം 2:12. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വെക്കുന്നവൻ ഭാഗ്യവാന്മാർ. തൊട്ട് മുമ്പത്തെ വാക്യം അറിയാൻ പറ്റും. പുത്രനെ ചുംബിക്കും, പുത്രനെ അവന്റെ പാദത്തെ ചുംബിക്കുമെന്നാണ് നമ്മൾ ആ വാക്യം മുഴുവൻ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തൊട്ട് മുമ്പുള്ള വാക്യം വായിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം യേശു ക്രിസ്തുവിന്റെ പാദത്തെ ചുംബിക്കും. അപ്പോ കുമ്പിട്ട് ആരാധിക്കുന്ന യേശുവിന്റെ പാദത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുമെങ്കിൽ അവന്റെ മുമ്പിൽ തീർച്ചയായിട്ടും മുട്ടുമടക്കി തലകളെ വണക്കി നിലത്ത് തല മുട്ടുന്ന രീതിയിൽ തന്നെ വേണം യേശുവിനെ ആരാധിക്കാനാണ്. നമുക്കറിയാം, സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ഇപ്പൊ നമ്മള് അതൊന്ന് വിശ്വാസത്തിൽ നിന്ന് കണ്ടേ. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അപ്പൊ സ്വർഗ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പാദം എവിടെയായിരിക്കും? ഭൂമി അവന്റെ പാദപീഠം. സിംഹാസനം ഇരിക്കുന്ന സ്വർഗത്തിൽ യേശു ക്രിസ്തു. അപ്പൊ സിംഹാസനം ഇരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാല് എവിടെ വന്നത്? മുട്ടും, പാദമേ ആ ഭൂമിയിൽ മുട്ടും. അപ്പൊ നമ്മൾ മുട്ടുകുത്തി നിലത്ത് ചുംബിക്കുമ്പോൾ ആരെ ആക്ച്വലി ചുംബിക്കുന്ന? ദൈവപാദങ്ങളെ, യേശു ക്രിസ്തുവിന്റെ തൃപ്പാദങ്ങളെയാണ് നമ്മൾ ചുംബിക്കുന്നത്. തൃപ്പാദങ്ങളാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം
എന്ന വചനത്തെ നമ്മുടെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പാദത്തെ ഭൂമിയിൽ മുട്ടി നിലത്ത് തല താഴ്ത്തി തല നെറ്റി നിലത്ത് മുട്ടിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ പാദത്തെ ചുംബിക്കുന്നു എന്ന് തിരിച്ചറിയും. കാരണം അവന്റെ യേശു ക്രിസ്തുവിന്റെ പാദപീഠം ഭൂമിയാണ്. അപ്പൊ ഭൂമിയിൽ എവിടെയും നമുക്ക് മുട്ടുമടക്കി നിന്ന് ആരാധിക്കാം. അതുകൊണ്ട് ഈശോ പറയുന്നത് ആ മലയിലോ ഈ മലയിലോ അല്ല, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും. ഇപ്പൊ സത്യം എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. അതിന് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. ഇന്ന് ഞാൻ തൽക്കാലത്തേക്ക് ഒരു വ്യാഖ്യാനം എടുക്കുകയാണ്. ആ വചനം പറയുന്ന സത്യം ദൈവം, സ്വർഗം, ഭൂമി അവന്റെ പാദപീഠം. അപ്പം നമ്മുടെ ആത്മാവില് ദൈവത്തെ, ആത്മാവായ ദൈവത്തെ ആത്മാവിൽ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞ് കണ്ടുകൊണ്ട് നമ്മുടെ ആത്മാവിരിക്കുന്ന ശരീരത്തെ നമ്മൾ മടക്കുമ്പോൾ അല്ലെങ്കിൽ കുമ്പിടുമ്പോൾ നമ്മൾ എളിമ കാണിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ നമ്മൾ എളിമപ്പെടുത്തുകയോ ചെയ്യുന്നു. നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ആത്മാവിന്റെ എളിമ, അല്ലെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ വിധേയപ്പെടാൻ തയ്യാറാണ്, ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. കാരണം എന്താണ്? സ്വർഗം അവന്റെ സിംഹാസനം. അവൻ സ്വർഗത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സർവശക്തൻ, അത്യുന്നതൻ, സൃഷ്ടാവ്, രക്ഷകൻ, കാരുണ്യവാൻ, വിധികർത്താവ്, വീണ്ടും വരുന്നവൻ, സകലത്തിന്റെയും നാഥൻ, ആരാധനയ്ക്ക് യോഗ്യൻ, സുഖപ്പെടുത്തുന്നവൻ, പരിപാലകൻ, യുദ്ധം ചെയ്യുന്നവൻ, വീര്യപ്രവർത്തികളുടെ ദൈവം, അടയാളങ്ങളുടെ ദൈവം, എന്റെ നാഥൻ, എന്റെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, എന്റെ പാപത്തിന് പരിഹാരമായവൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ നല്ല ഇടയൻ, ചെന്നായി വരാമ്പോൾ എന്നെ കാക്കുന്ന ദൈവം. അതെല്ലാം മനസ്സിലേക്ക് ഓളം തള്ളി വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന, ആത്മാവിനുണ്ടാകുന്ന വലിയൊരു എളിമയുടെ ആവിഷ്കാരം ശരീരം ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അവന്റെ മുമ്പിൽ നമ്മൾ കുമ്പിട്ട് ആരാധിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ നിത്യ രാജ്യത്വം, സ്വർഗത്തിലെ അവന്റെ ദൈവത്വം, ഭൂമി അവന്റെ പാദപീഠമാണെന്നുള്ള കാര്യം സങ്കീർത്തനം 2:12 പറഞ്ഞിരിക്കുന്നു. വഴിയിൽ വെച്ച് വീണു പോകാതിരിക്കുവാൻ അവന്റെ പാദങ്ങളെ ചുംബിക്കുവാൻ, പുത്രന്റെ പാദങ്ങളെ ചുംബിക്കുവാൻ. ഇതെല്ലാം കൂടി മനസ്സിലേക്ക് ഏറ്റെടുക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? നമുക്ക് അവനെ ആരാധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ആരാധനയാണ് ഈ ജ്ഞാനികൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജ്ഞാനം എങ്ങനെയാണ് നമ്മൾ വെളിവാക്കണ്ടേ? നമ്മൾ മിടുക്കരാണ്, ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട് എന്ന് നമുക്ക് കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജ്ഞാനികൾ കാണിച്ചതുപോലെ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. അപ്പൊ ക്രിസ്മസിന്റെ ഏറ്റവും വലിയൊരു സന്ദേശമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുകയാണ്. നമ്മൾ യേശുവിനെ കുമ്പിട്ട് ആരാധിക്കണം. അതിന്റെ മറ്റൊരു വശമുണ്ട്. അത് ഞാൻ ഇതിന്റെ ഈ ഒരു ഭാഗത്തിന്റെ അവസാനത്തേക്ക് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളിത് കണ്ടു. യേശു ക്രിസ്തുവിന്റെ ശൈശവത്തിൽ തന്നെ യേശു ആരാധിക്കപ്പെടുന്നു. വീണ്ടും നമ്മൾ കണ്ട കാര്യമാണ്, കുരിശിൽ കിടക്കുന്ന സമയത്ത് കള്ളൻ യേശുവിന്റെ ദൈവത്തിൽ തിരിച്ചറിഞ്ഞ് നിന്റെ രാജ്യം, നീ സ്വർഗത്തിലെ നിന്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ എന്നെ ഓർക്കുമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്ന കാര്യം, അത് യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു അടയാളമാണ്. ഇപ്പൊ ക്രിസ്തുമസില് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം മനുഷ്യനായി എന്നുള്ളത് വേണം നമ്മൾ വിശ്വസിക്കാൻ. മനുഷ്യനായി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യൻ അവതാരം എടുത്തു. ദൈവം നമ്മോടൊത്ത് വസിക്കാൻ വേണ്ടി ദൈവം തന്റെ സകല പ്രതാപവും മഹത്വവും വിട്ട് തന്നെ താഴ്ത്തി ദൈവത്വം പുലുകുന്നതാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ. ദൈവം നമ്മളെ മനുഷ്യ ശരീരത്തിൽ സന്ദർശിക്കുന്നതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അപ്പോഴും തിരിച്ചറിഞ്ഞ് അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശുദ്ധ ലൂക്കാ സുവിശേഷം അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിന് തൊട്ട് മുമ്പുള്ള വാക്യം. അവർ അവനെ ആരാധിച്ചു, അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അപ്പൊ ഈശോയുടെ സ്വർഗ്ഗാരോഹണ സമയമാണിത്. ഓക്കെ. അപ്പൊ ഈശോ ജനിച്ച ഭവനത്തിൽ ശിശുവായിരിക്കുന്ന സമയം. അടുത്തത് ഈശോ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് 40 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം അവിടുന്ന് ഒരു മലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ആ സമയത്ത് തൊട്ട് മുമ്പത്തെ വാക്യം പറയാണ്, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ യേശു അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സ്വർഗാരോഹണം ചെയ്യുന്ന ക്രിസ്തു എന്തിനു യോഗ്യനാണ്? ആരാധനയ്ക്ക് യോഗ്യനാണ്. അവതരിച്ച് ശിശുവായി ഭൂമിയിലായിരിക്കുന്ന യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. കുരിശിന്മേൽ ക്രൂശിതനായി കിടക്കുന്ന യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് തരുവാൻ കർത്താവിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ജ്ഞാനികൾക്ക് ക്രിസ്മസ് ദിനത്തിൽ ദൈവം തരുന്ന സന്ദേശമാണ് ഇതെന്ന് സ്വീകരിക്കുക. ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കും? നമ്മുടെ 25 ദിവസത്തെ ഒരുക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടാകാം, ചിലതൊക്കെ ചെയ്യാം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനികൾ ചെയ്തതുപോലെ കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കുക എന്നുള്ളതാണ്. 365 ദിവസം ചെയ്യേണ്ടതാണ്.
ക്രിസ്മസ് കാലത്ത് നമ്മൾ വളരെ തീക്ഷ്ണതയോടെ അത് ചെയ്ത് പഠിക്കുക, തുടർന്ന് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, വെളിപാടിന്റെ പുസ്തകം അതിന്റെ 5-ാം അധ്യായം, അതെ 5-ാം അധ്യായം, അതിലെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് 12 മുതൽ വായിക്കാം. അതിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിവുണ്ട്. 12-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഉച്ചസ്വരത്തിൽ കിട്ടിയില്ലോ. 5:12 വെളിപാട് പുസ്തകം. ഏത് വെളിപാട്? വെളിപാടിന്റെ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഇപ്പൊ സ്വർഗവാസികള് ഉറക്കെ പറയുകയാണേ, ഉറക്കെ പറയും. ഉച്ചസ്വരത്തിൽ ഇവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. ഒന്ന് നിർത്തിക്കേ. അപ്പൊ വധിക്കപ്പെട്ട കുഞ്ഞാട്, കൊല്ലപ്പെട്ട കുഞ്ഞാട്, സ്ലെയിൻ ലാം, ശക്തി, ധനം, ജ്ഞാനം, ആധിപത്യം, ബഹുമാനം, മഹത്വം, സ്തുതി. 7 കാര്യങ്ങളാണ്, 7 ഗുണങ്ങളാണ് പറഞ്ഞത്. 7 കാര്യങ്ങളാണ്. പൂർണ്ണതയാണ്. ദൈവത്വത്തിന്റെ മുഴുവൻ പൂർണ്ണതയും കുഞ്ഞാടിൽ, കൊല്ലപ്പെട്ട കുഞ്ഞാടിൽ, അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്തപ്പോ പീലാത്തോസിന്റെ കാലത്ത് ലോകപാപങ്ങൾക്ക്, മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാട് എന്ന് പറയുന്ന സ്നാപയോഹന്നാന്റെ പ്രവചനവാക്യത്തെ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന പരിശുദ്ധനായ യാഗമൃഗമായ കുഞ്ഞാടായ യേശു ക്രിസ്തു ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. അപ്പം എല്ലാം സർവ്വതും ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും 7 ഗുണങ്ങളെ പറ്റി പറയുന്നു, 7 കാര്യങ്ങളെ പറ്റി 7 വിശേഷങ്ങൾ തരുകയാണ്. അതെല്ലാം സ്വീകരിക്കാൻ യേശു യോഗ്യനാണ്. യേശു പൂർണ്ണതയാണ്, അത് പൂർണ്ണ ദൈവമാണ് യേശു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ പറയുമ്പോ എന്താ സംഭവിക്കുന്നത് നോക്കിയതേ? സ്വർഗത്തില് ഭൂമിയില് എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. അപ്പോൾ എന്ത് ചെയ്യണം? 4 ജീവികളും ആരാധിച്ചു. അപ്പോൾ നോക്കി, കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ, സ്വർഗത്തിലായിരിക്കുന്ന കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ സ്വർഗത്തിൽ സ്വർഗവാസികൾ ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിക്കുകയാണ്. സ്വർഗവാസികൾ പാടുകയാണ്, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും സ്തുതിയും മഹത്വം എല്ലാം സ്വീകരിക്കാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനം സമർപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു ഭാഗം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ശിശുവായ യേശു ആരാധിക്കപ്പെടുന്നു, കുരിശിൽ യേശുവിന്റെ ദൈവത്വം വിളംബരം ചെയ്യപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്ന സ്വർഗാരോഹണം ചെയ്യുന്ന ക്രിസ്തു ആരാധിക്കപ്പെടുന്നു, സ്വർഗത്തിൽ യേശു ക്രിസ്തു ആരാധിക്കപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. യേശു നിത്യനായ ദൈവമാണ്. അപ്പോ ക്രിസ്തുമസ് എന്തിൻ്റെതാണ്? നിത്യനായ ദൈവം അമർത്യതയിലേക്ക്, മർത്യലോകത്തേക്ക് കടന്നു വരുന്ന, ശരീരധാരിയായി ശരീരം ധരിച്ചു കടന്നു വരുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു വാർത്തയാണ്, സന്തോഷമാണ്, ഓർമ്മയാണ് ക്രിസ്തുമസ് എന്ന് പറയുക എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ നമ്മൾ ഈ സന്തോഷം പങ്കുവെക്കുമ്പോൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കണം. ബലൂണോ കേക്കോ ഐസ്ക്രീമോ മറ്റെന്തെങ്കിലും ആഹാരപാനീയങ്ങളോ പദാർത്ഥങ്ങളോ സന്ദർശനങ്ങളോ പിക്നിക്കോ എന്നതിനേക്കാൾ അപ്പുറം ഈ ആരാധിക്കപ്പെടുന്ന ക്രിസ്തുവാണ് ക്രിസ്തുമസിന്റെ കേന്ദ്രം എന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ പഠിപ്പിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം ഓർത്തിരിക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നിർത്തി ഈ വചനമെല്ലാം പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ദൈവത്തെ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് മുട്ടുകുത്തി നിലത്ത് നെറ്റി മുട്ടിച്ച് അവന്റെ പാദത്തെ ചുംബിച്ച് ആരാധിക്കാൻ പഠിപ്പിക്കണം, പറയണം, നിർബന്ധിക്കണം, പരിശീലിപ്പിക്കണം. അത് എല്ലാ കുടുംബ പ്രാർത്ഥനയിലും സന്ധ്യാപ്രാർത്ഥനയിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏത് സമയത്താണ് പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് അവരെ പരിശീലിപ്പിക്കണം. അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും അങ്ങനെ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. അതൊരു ചടങ്ങായിട്ടല്ല, ഉള്ളിൽ നിന്ന് ബോധ്യം വന്നതിന് ശേഷം ചെയ്യുന്ന ഒരു ആത്മീയ വ്യാപാരമായി, ആത്മീയ പ്രവൃത്തിയായിട്ട് നമുക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവജനമേ, ഈ ബേത്ലഹേം എന്ന് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും കൂടെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം തന്നെ, 2-ാം അധ്യായത്തിൽ തന്നെ കൊട്ടാരത്തിൽ ചെല്ലുന്ന ജ്ഞാനികളെ പറ്റി നമുക്ക് അറിയാം. അപ്പോ
5-ാം വാക്യം. ഈ അവർ യേശു ക്രിസ്തു യൂദായിലെ ബേത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. യൂദായിലെ ബേത്ലഹേമിൽ നിന്ന് യൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളത് നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. ഈ ഒരു പ്രവചന ഭാഗമാണ്. നമുക്കറിയാം ബൈബിളിലെ അധ്യായങ്ങളും വചനങ്ങൾക്കും എല്ലാം പിന്നീടാണ് അത് ആ രൂപത്തിലേക്ക് വരുന്നത്. ബൈബിൾ എഴുതുന്ന കാലത്ത് അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടില്ല, വചനങ്ങളായിട്ട് തിരിച്ചിട്ടില്ല. അതുകൊണ്ട് ഏത് അധ്യായം ഏത് വാക്യമെന്ന് സാധാരണ ഈ നമുക്ക് പുതിയ നിയമം എഴുതുമ്പോൾ അവർ പറയുന്നതായിട്ട് കാണാൻ പറ്റിയല്ല. ചിലപ്പോൾ അവർ പറയും ജെറമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്ന് മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ഏശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ. അല്ലാതെ അന്നത്തെ കാലത്ത് ഈ പുസ്തകങ്ങളുടെ പേരുണ്ടെങ്കിലും അധ്യായങ്ങളോ വാക്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് ഈ റെഫറൻസ് കോഡ് അങ്ങനെ പറയാത്തത്. പിന്നീടാണ് അത് അധ്യായങ്ങളുടെ വാക്യങ്ങളുടെ പഠന സൗകര്യാർത്ഥം തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മിക്ക പ്രവചനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. പക്ഷെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ബേത്ലഹേം എഫ്രാത്ത യൂദാ ഭവനങ്ങൾ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അപ്പൊ അതിന്റെ അവസാനത്തെ വാക്യം ഓർത്തിരിക്കണേ. ബേത്ലഹേം നമുക്കറിയാം, വാക്കിന്റെ അർത്ഥം നമുക്കറിയാലോ. ബേത്ത് എന്ന് പറഞ്ഞ ഭവനം എന്നാണ്. ലഹേം എന്ന് പറയുന്ന അപ്പത്തിന്റെ ഭവനം. അപ്പൊ ജീവന്റെ അപ്പമാണ് ക്രിസ്തു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്നയാണ് യേശു. അപ്പം അതിന്റെ വീടാണ് ബേത്ലഹേം. അവിടെ തന്നെയാണ് ജീവന്റെ അപ്പമായ ക്രിസ്തു വരുന്നത്. അപ്പോ ഇസ്രായേലിനെ ഭരിക്കേണ്ട അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ എവിടെയാണ് മിശിഹ ജനിക്കുന്നത്, ക്രിസ്തു ജനിക്കുന്നതെന്ന് ചോദിക്കുന്ന ഞാൻ ഹെറോദോസിനോട് അവിടുത്തെ തിരുലിഖിത പണ്ഡിതന്മാർ പറയുകയാണ്, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ബേത്ലഹേമിൽ ജനിക്കുമെന്നാണ്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട വാക്കാണ്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ബേത്ലഹേമിലാണ് ജനിച്ചതെങ്കിൽ അവനെ പറ്റി പറഞ്ഞ അടുത്ത വിശേഷം എന്താണ്? അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ള. യേശു ക്രിസ്തുവിന് അസ്തിത്വം ആരംഭിക്കുന്നത് ബേത്ലഹേമിലോ കാലിത്തൊഴുത്തിലോ മറിയത്തിന്റെ ഉദരത്തിലോ അല്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും. യേശു ക്രിസ്തുവിന്റെ മനുഷ്യ ജന്മത്തിൽ മാതാവ് യേശുവിന്റെ അമ്മയാണ്. യേശു ദൈവമായതുകൊണ്ട് ദൈവത്തിന്റെ അമ്മയാണ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു ത്രിയേക ദൈവത്തിന് അമ്മയില്ല. ദൈവമാതാവേ എന്ന് മാതാവിനെ വിളിക്കാൻ കാരണം എന്താണ്? യേശു ദൈവമായതുകൊണ്ട് യേശു ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ യേശു ഇരിക്കുമ്പോഴും യേശു ദൈവമായതുകൊണ്ട് യേശുവിന്റെ അമ്മയാണ്, അതായത് ദൈവമായ യേശുവിന്റെ അമ്മയാണ് മറിയം. അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിൽ യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച ദൈവത്തിന്റെ ശൈശവ രൂപത്തെ ഉദരത്തിൽ സ്വീകരിച്ച മാതാവിനെ ദൈവമാതാവേ എന്ന് ബൈബിളും സഭയും വിളിക്കുന്നു. ബൈബിൾ എവിടെ വിളിക്കണം നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാതാവിനെ ദൈവമാതാവ് വിളിക്കും. പക്ഷെ അതിനർത്ഥം ത്രിയേക ദൈവത്തിന് ഒരു മാതാവ് ഉണ്ടെന്ന അർത്ഥമല്ല നമ്മൾ വിളിക്കുന്നത്. മറിച്ച് മറിയത്തിൽ നിന്നും വന്ന യേശു ദൈവമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മാതാവിനെ നമ്മൾ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്, സകല ബഹുമാനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പക്ഷെ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, യേശു യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്, എല്ലാ സമയത്തിനും മുമ്പ്. അപ്പൊ സമയത്തിന് മുമ്പ് ഉള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? നിത്യത മാത്രമേ ഉള്ളൂ. സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം ഉണ്ടല്ലോ. സമയത്തിന് മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥമാണ് നിത്യനായ ദൈവം എന്നാണ് അർത്ഥം. യേശു ആരാണ്? നിത്യതയിൽ നിന്നും വരുന്നവനാണ്. അപ്പൊ നിത്യതയിൽ നിന്നും മർത്യതയിലേക്ക് വന്നവനാണ് യേശു. ക്രിസ്തുമസിന്റെ സന്ദേശത്തിൽ നമ്മൾ പഠിപ്പിക്കണം, നിത്യനായ ദൈവം മനുഷ്യനായി അവതരിച്ചു, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് നമ്മൾ പഠിപ്പിക്കണം. പ്രൈസ്ലോർഡ് നമ്മൾ ഓർത്തിരിക്കണം, വിശ്വസിക്കണം. അത് നമ്മുടെ ക്രിസ്തുമസിന്റെ സന്ദേശത്തിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യണം. പ്രൈസ്ലോർഡ്. അപ്പൊ യേശു യുഗങ്ങൾക്ക് മുമ്പേ ഉള്ള ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഇതൊന്ന് പറയുമ്പോൾ ഈ ശിശുവായ യേശു മാത്രമല്ല, ആ ശിശു ആകുന്നതിന് മുമ്പ് മാതാവ് എവിടെയുണ്ട്? യേശു എവിടെയുണ്ട്? മറിയത്തിന്റെ ഉദരത്തിലുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. എന്നാലും ഈ ഇന്നത്തെ വചനത്തിന്റെ ഭാഗമായിട്ട് ബന്ധിച്ച് നോക്കുമ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടതാണ്.
നമുക്ക് എലിസബത്തിന്റെ അടുത്തേക്ക് മാതാവ് വരുന്നതാണ് സന്ദർഭം. മാലാഖമാർ രണ്ടുപേരുടെ മാലാഖ മാതാവിനോട് സംസാരിക്കുന്നു. എലിസബത്ത് ഗർഭിണിയാണെന്നുള്ള വിവരം അറിയിക്കുന്നു. അങ്ങനെ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് മാതാവ് യൂദയ ദേശത്തേക്ക് വരുന്നു. അപ്പോൾ മാതാവിനെ കാണുമ്പോൾ എലിസബത്ത് സംസാരിക്കുന്ന ഭാഗം നമുക്കറിയാം. മാതാവ് എലിസബത്തിനെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ 42 വാക്യം പറയാണ്, അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളെ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതവും. 43 വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇപ്പം ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് എലിസബത്ത് സംസാരിക്കുന്നത്. മാതാവ് ഗർഭിണിയാണെന്ന് എലിസബത്തിന് അറിയാമോ ഇല്ലയോ? മാനുഷികമാണ്, ഇല്ല, ഒരു അറിയത്തില്ല. ആകെ അറിയാവുന്നത് മാതാവിനും ഔസേപ്പിതാവിനും മാത്രമേ അറിയൂ. ദൈവത്തിനും മാലാഖയ്ക്കൊക്കെ അറിയാം, അല്ലാതെ ഭൂമിയിൽ അറിയാവുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ? മാതാവിനും ഔസേപ്പിതാവിനും മാത്രമേ ഇവർ അറിയത്തുള്ളൂ. അപ്പോ ഒരുപക്ഷെ ഔസേപ്പിതാവിന് പോലും അറിയാമെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നീടായിരിക്കണം ഔസേപ്പിതാവിന്റെ അടുത്തേക്ക് മാലാഖ വന്ന് പറയുന്നത് വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം ഇത് മംഗളവാർത്ത കിട്ടിയ ഉടനെ മാതാവ് പുറപ്പെടുകയാണ്. എന്റെ കർത്താവിന്റെ അമ്മ. അപ്പം എലിസബത്തിന് അറിയത്തില്ല മാതാവ് ഗർഭിണിയാണോ എന്ന് അറിയത്തില്ല. കാരണം സാധ്യതകളൊന്നുമില്ല, ഗർഭിണിയാകാനുള്ള സാധ്യതകളൊന്നും ഇല്ല. അങ്ങനെ ചിന്തിക്കാനോ ഊഹിക്കാനോ ഉള്ളൊരു സമയവും കാലമൊന്നും ആയിട്ടില്ല. അപ്പോ എലിസബത്ത് പറയണമെങ്കിൽ ആരാ പറഞ്ഞാണ്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്നത്. മാതാവിന്റെ അഭിസംബോധന സമയത്ത് മാതാവ് എലിസബത്തിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എലിസബത്തും ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് എലിസബത്ത് പറയുന്നത് എന്റെ കർത്താവിന്റെ അമ്മ. അപ്പൊ ദൈവാത്മാവിന്റെ സംസാരം, ദൈവാത്മാവാണ് ആ ഒരു മെസ്സേജ്, സന്ദേശം എലിസബത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്? എലിസബത്ത് പറയുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാൻ എന്ത് ഭാഗ്യം എനിക്ക്. നമ്മൾ അതൊന്ന് മുറിക്കാൻ പോവാണേ. നമുക്കറിയാം ഇത് അറമായ ഭാഷയിലാണ് അവരുടെ സംസാരം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഗ്രീക്കിലോ ഒന്നും അല്ലല്ലോ. പക്ഷെ ലൂക്കാ സുവിശേഷം എഴുതപ്പെടുന്നത് ഗ്രീക്കിലാണ്. അപ്പൊ ഗ്രീക്കില് കർത്താവിന്റെ എന്നതിനെ ഉപയോഗിക്കുന്ന വാക്ക് കിരിയോസ് ആണ്, നമുക്കറിയാം. അത് അഡോണായി എന്ന ഹീബ്രു വാക്കിന് പകരമാണ്. അഡോണായി എന്നത് യഹോവയെ, യാഹുവേ എന്ന ദേവനാമത്തെ സൂചിപ്പിക്കാൻ പകരമായി ഉപയോഗിക്കുന്ന അർത്ഥമുള്ള നാഥൻ, യജമാനൻ, ലോർഡ് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് കിരിയോസ്. അപ്പൊ അതിന്റെ മലയാളമാണ് കർത്താവ്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായ ഒരു ഹീബ്രു തർജ്ജിമ എടുത്താൽ ഇങ്ങനെ ഇരിക്കും, എന്റെ യാഹുവേയുടെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതിന്റെ ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, പ്രിയപ്പെട്ടവരെ, ത്രിയേക ദൈവത്തിലെ 3 ആളത്വങ്ങളെയും യഹോവ എന്ന പേര് ഉപയോഗിച്ച് വിളിക്കാവുന്നതാണ്. ബൈബിളിൽ വിളിച്ചിട്ടുണ്ട്, യാഹുവേ എന്ന പേര് വെച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പം ആരെയാണ്, പിതാവിനെയാണോ യേശുക്രിസ്തുവിനെയാണോ പരിശുദ്ധാത്മാവിനെയാണോ എന്നുള്ളത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് നോക്കി വേണം മനസ്സിലാക്കാനായിട്ട്. ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും നോക്കിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിതാവായ ദൈവത്തെ യാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ട് ബൈബിളിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യാഹുവേ എന്ന പേര് ഉപയോഗിച്ച് വിളിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ യാഹുവേ എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ആരെയാണ് യാഹുവേ എന്ന് ഉദ്ദേശിക്കുന്ന അറിയണമെങ്കിൽ നമ്മൾ ആ ഭാഗം വായിച്ച് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എന്റെ യാഹുവയുടെ അമ്മ എന്ന് പരിശുദ്ധാത്മാവിനെ പ്രേരിതയായി എലിസബത്ത് പറയുമ്പോൾ മറിയത്തിന്റെ ഉള്ളിൽ ഒരു ഗർഭാവസ്ഥയുണ്ട്. അപ്പൊ ആ ഗർഭാവസ്ഥയിലിരിക്കുന്ന ആ കുഞ്ഞിന്റെ പ്രാരംഭ രൂപം എന്താണ്? യാഹുവേ എന്നാണ് ഒരു പരിശുദ്ധാത്മാവും എലിസബത്തിലൂടെ പറയുന്നത്. അപ്പൊ മറിയത്തിന്റെ ഉദരത്തിലെ പ്രാരംഭ ശൈശവ രൂപത്തിലുള്ള ആ യേശു യാഹുവേയാണ്, അല്ലെങ്കിൽ യേശുവിനെ യാഹുവേ എന്ന പേര് വിളിച്ചുകൊണ്ട് പറയാണ് എന്റെ യാഹുവേയുടെ അമ്മ. അപ്പം മനുഷ്യാവതാരത്തിലെ ഗർഭാവസ്ഥയിലെ യേശു ദൈവമാണ്. ചിലർ പറയും ജോർദാൻ നദിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് യേശു ദൈവത്തിനോ? അങ്ങനെയല്ല. ദൈവത്തിന് ഇടക്കാലം ദൈവം അല്ലാതായിരിക്കാനും ഇടക്കാലം ദൈവമായിരിക്കാനും പറ്റും. അങ്ങനെ ദൈവത്തെ സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ പറ്റും. സമ്പൂർണ്ണ ദൈവമാണ്.
യേശു ക്രിസ്തുവിന്റെ ശൈശവത്തിൽ അല്ലെങ്കിൽ ഉദരത്തിലെ പ്രാരംഭ രൂപത്തിൽ പോലും ഒരുപക്ഷെ ആ സമയത്ത് കയ്യോ കാലോ ഒന്നും വന്ന് കാണില്ല, അറിയാലോ. ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തന്നെ 18 ദിവസം എടുക്കും. ഒരുപക്ഷെ അതിനൊക്കെ മുമ്പാണെങ്കിൽ എന്താ പറയുന്നത്, ആ ഒരു ഏറ്റവും അടിസ്ഥാന രൂപത്തിൽ പോലും, അല്ലെങ്കിൽ അത് തന്നെ ദൈവമാണ്, യഹോവയാണ്, ദൈവത്വമാണ്, രാജാവാണ്, സൃഷ്ടാവാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എന്റെ കർത്താവിന്റെ അമ്മയെ കണ്ടൂരാണ് ഭാഗ്യം എനിക്ക് ഇവിടെ ആ കാര്യം മനസ്സിലാക്കുക. ഉദരത്തിൽ വെച്ച് യേശു ദൈവമാണ്. ശിശുവായി അവൻ എന്താ പറയുന്നത്, ശിശുവായി ഇരിക്കുന്ന സമയത്ത് യേശു ദൈവമാണ്. കുരിശിൽ അവന്റെ ദൈവത്വം തിരിച്ചറിയുന്നു. സ്വർഗാരോഹണ സമയത്ത് അവൻ ആരാധിക്കപ്പെടുന്നു. ഇതിനിടയ്ക്ക് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ നാളുകളിൽ യേശു ആരാധിക്കപ്പെടുന്ന പല സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദുരാത്മാക്കൾ അവനെ ആരാധിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാർ അവനെ ആരാധിക്കുന്നുണ്ട്, ജനം അവനെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ പലതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്ധൻ അവനെ ആരാധിക്കുന്നുണ്ട്. ഒത്തിരി അങ്ങനെ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മാത്രം ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ക്രിസ്മസിന്റെ ഓരോ ക്രിസ്മസുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ ഇത് വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വരേണ്ട സന്ദേശം എന്താണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ്, യേശു സത്യദൈവമാണ്. അവൻ നിത്യതയുടെ ദൈവമാണ്. അവൻ നിത്യനായ ദൈവമാണ്. പക്ഷെ അവൻ മനുഷ്യ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വീണ്ടും പിന്നെ ഓർക്കണേ, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അപ്പൊ അങ്ങനെ ആ സമയത്ത് മാതാവിനെ യഹോവയുടെ അമ്മ അല്ലെങ്കിൽ ദൈവത്തിന്റെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യാൻ എലിസബത്തിനെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവായതുകൊണ്ട് മാതാവിനെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് ബിബ്ലിക്കലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതേസമയം അതിന്റെ ആന്തരികാർത്ഥം മറന്നു പോകരുത്. ത്രിയേക ദൈവത്തിന് അമ്മയില്ല, ത്രിയേക ദൈവത്തിന് അമ്മയല്ല മറിയം, അങ്ങനെ ആകാൻ പറ്റില്ല. പക്ഷെ ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ആ അവതാര ദൈവത്തിന്റെ പ്രാരംഭ രൂപത്തെ ഉള്ളിൽ സ്വീകരിച്ച ശിശുവായ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച, ഗർഭത്തിൽ സ്വീകരിച്ച മറിയം നിശ്ചയമായും ദൈവമാതാവാണ് എന്നും കൂടി തിരിച്ചറിയുക. അതിനർത്ഥം മറിയത്തിന്റെ മകൻ, അല്ലെങ്കിൽ മറിയത്തിൽ നിന്ന് അവതരിച്ച ആ യേശു ദൈവമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുക. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഓക്കെ, അതിന്റെ 2-ാം ഭാഗം, അവസാന ഭാഗം നമുക്ക് നോക്കാം. എന്തെന്നാൽ അവൻ ആര്? യേശു. ഈ ശിശു, അവൻ ഒരു ശിശുവിനെ, ഒരു പുത്രനെ പ്രസവിക്കും. അവൻ എന്ത് പേര്? യേശു എന്ന് പേര്. നീ ഈ പുത്രൻ, അല്ലെങ്കിൽ ഈ ശിശു, അല്ലെങ്കിൽ ഈ യേശു, അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആരുടെ ജനത്തെ? തന്റെ ജനത്തെ. അവൻ തന്റെ ജനത്തെ. അപ്പൊ ജനം ആരുടേതാണ്? ദൈവത്തിന്റെ. ജനം മുഴുവൻ. കൃത്യമായിട്ട് പറഞ്ഞാൽ അവൻ ആര്? യേശു തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പൊ ഈ അവൻ യേശു, ഈ ജനം മുഴുവൻ ആരുടേതാണ്? യേശുവിന്റെ. അവൻ തന്റെ ജനത്തെ. ഇപ്പൊ ജനം മുഴുവൻ യേശുവിൻ്റെതാണെങ്കിൽ, യേശു ശിശുവാണെന്ന് ഓർക്കണേ. അപ്പൊ ജനം മുഴുവൻ യേശുവിൻ്റെതാണെങ്കിൽ യേശു ആരായിരിക്കണം? ജനത്തിന്റെ സൃഷ്ടാവായിരിക്കും. സൃഷ്ടാവാണല്ലോ ഉടമസ്ഥൻ. തന്റെ ജനം, ഓണർഷിപ്പാ പറയുന്നത്. അപ്പം ജനത്തിന്റെ മുഴുവൻ ഉടമസ്ഥത, കർത്തൃത്വം ആർക്കുള്ളതാണ്? യേശുവിനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ യേശു ആരായിരിക്കണം? ജനത്തിന്റെ മുഴുവനും സൃഷ്ടാവായിരിക്കും. ഇനി കുരിശിൽ മരിച്ചു കഴിയുമ്പോഴോ അവൻ ജനത്തിന്റെ മുഴുവനും രക്ഷകനുമാണ്. ഇനി ലോകം അവസാനിച്ചു കഴിയുമ്പോഴോ അവൻ ജനത്തിന്റെ മുഴുവനും വിധികർത്താവുമാണ്. അവൻ അതുകൊണ്ട് എന്താണ് വിധി? ഓർമ്മയുണ്ടല്ലോ, യോഹന്നാൻ സുവിശേഷം ഈശോ പറയുന്നുണ്ടല്ലോ, വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കും. ഇപ്പൊ നോക്കിയേ, അവൻ സൃഷ്ടാവാകിയാൽ ആണ് ബൈബിൾ പറയുന്നത് തന്റെ ജനത്തെ ഇനി അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇപ്പൊ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും, ഫ്യൂച്ചർ ടെൻസ് ആണ്. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴോ അവൻ എല്ലാവർക്കും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി. ഉയർത്തെഴുന്നേൽക്കുമ്പോഴോ അവൻ എല്ലാവർക്കും പ്രത്യാശയായി, അച്ചാരമാണ്. ഉയർപ്പിന്റെ അച്ചാരവും പ്രത്യാശയായി മാറുകയാണ്.
സ്വർഗാരോഹണം ചെയ്യുമ്പോഴോ അവൻ സ്വർഗം നോക്കി യാത്ര ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു, വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. പിന്നെയോ അവന്റെ രണ്ടാം വരവ് എന്തിനെ സൂചിപ്പിക്കുന്നു? അവൻ വിധികർത്താവാണ് എന്ന് സൂചിപ്പിക്കുന്നു. വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും, സൃഷ്ടി മുതല് രക്ഷയും വീണ്ടെടുപ്പും എല്ലാം, വീണ്ടെടുപ്പും വിധിയും യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ജനം അവൻ്റെതാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ക്രിസ്മസ് എന്താണ്? ജനത്തിന്റെ ഉടയവന്റെ അവതാരമാണ് ക്രിസ്തു. എല്ലാ ജനങ്ങളും അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെങ്കിലും അറിയണം. എൻ്റെ കർത്താവിന്റെ, എൻ്റെ ഉടമസ്ഥന്റെ, എൻ്റെ നാഥന്റെ, എൻ്റെ സൃഷ്ടാവിന്റെ മനുഷ്യാവതാരമാണ് ക്രിസ്തുമസ്. എന്നെ രക്ഷിക്കാൻ വന്ന എൻ്റെ ദൈവത്തിന്റെ ഭൂമിയിലെ അവതാര നിമിഷമാണ് ക്രിസ്തുമസ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കണം എന്ന് കർത്താവിന്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രൈസ്തവർ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ക്രൈസ്തവർ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഒരിക്കൽ കൂടെ ഞാൻ ആ 21 വാക്യത്തിന് ആദ്യ ഭാഗം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ പുതിയ ഏതെങ്കിലും ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കുക, അവന് യേശു എന്ന് പേരിട്ടു. എന്താണ് പേര്? യേശു. ഇതേ പേര് തന്നെയാണ് മറിയത്തോട് മാലാഖ പറയുന്നത്. കൺഫർമേഷൻ ആണ്, കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. യേശു. യേശു എന്നതിന്റെ അറമായ രൂപം യേശുവ എന്നാണ് നമുക്കറിയാം. യേശുവ എന്നത് യഹോശുവയുടെ ഹീബ്രുവിൽ നിന്ന് വരുന്ന രൂപമാണ്. യഹോശുവ എന്ന് പറഞ്ഞാൽ യഹോവ ശുവ എന്നാണ്, യാഹ്വേ ശുവ എന്നാണ് അർത്ഥം. യഹോവ രക്ഷിക്കുന്ന യാഹ്വേ എന്നാണ്. അപ്പൊ എല്ലാം കൂടി ചേർത്ത് പറഞ്ഞത് വരും യഹോശുവ, യേശുവ, യേശു. ഇംഗ്ലീഷിൽ ജീസസ്. അപ്പൊ ജീസസ്, യേശു, അല്ലെങ്കിൽ അതിന്റെ സുറിയാനിക് രൂപമായ ഈശോ. സുറിയാനി രൂപമാണ് ഈശോ. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? യേശുവായിൽ നിന്നാണ്, അറമായ പേരായ യേശുവായിൽ നിന്നാണ് വരുന്നത്. അതിന്റെ അർത്ഥം യാഹുവേ രക്ഷകൻ, രക്ഷിക്കുന്നവനായ യാഹുവേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ യേശു ആരാണ്? യാഹുവയാണ്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ എന്താണ് വരവന്റെ ഉദ്ദേശം? എന്താണ്? രക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രക്ഷിക്കാൻ വരുന്ന യാഹുവിനെ എന്ത് വിളിക്കണം? രക്ഷിക്കുന്ന യാഹുവെ എന്ന് വിളിക്കണം. അതിന്റെ അറമായ രൂപം എന്താണ്? യേശുവ. അതിന്റെ മലയാള രൂപം എന്താണ്? യേശു. സുറിയാനി രൂപം എന്താണ്? ഈശോ. ഇംഗ്ലീഷ് എന്താണ്? ജീസസ്. ട്രാൻസ്ലിട്രേഷൻ. യഥാർത്ഥ രൂപം യേശുവ എന്ന്. യേശുവ. അതിന്റെ ഹീബ്രു രൂപം യഹോശുവ എന്ന്. യഹോശുവയുടെ ഒരു 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 ചുരുക്ക രൂപമാണ്, ലിപ്യന്തരീകരണമാണ് യേശുവ എന്ന് പറയുന്നത്. ഇത്തരം കാര്യം മനസ്സിലാക്കി കരുതുകയാണ്. അപ്പൊ രക്ഷിക്കാൻ വന്ന യഹോവയെ വിളിക്കാൻ പറ്റുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, അത് യേശുവ എന്നാണ് തിരിച്ചറിയുക. പ്രൈസ് ഹല്ലേലൂയ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ഒന്നാമത്തെ വാക്യം പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഓക്കെ. 14-ാം വാക്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഓക്കെ. അപ്പം ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യം പറയുന്നു, ഈ വചനം എന്ത് ചെയ്തു? മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പം ഈ ക്രിസ്മസ് എന്താണ്? വചനം. ഒന്നാം മനുഷ്യാവതാരമാണ് 14-ാം വാക്യം. അതാണ് ക്രിസ്തുമസ്. വചനം എന്തായി മാറി? മാംസമായി എന്ന് പറയാൻ മനുഷ്യനായിട്ട്. ഈ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിച്ചോണേ. ഇപ്പോ ഈ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഉപയോഗിക്കുന്ന അതേ ഭാഷയിലാണ്. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. രണ്ട് ആദിയിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, ഉൽപ്പത്തി പറയുന്ന ആദിയിൽ വാക്കിന് അർത്ഥം എന്താണ്? അത് പ്രപഞ്ചത്തിന്റെ ആരംഭമാണ്. എന്നാൽ ഇവിടുത്തെ വചന ആദി എന്താണ്? ഇത്
എന്നേക്കുമുള്ള ദൈവത്തിന്റെ അസ്തിത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു അവസ്ഥയെ പറ്റി പറയുന്ന ഈ ആദി എന്ന് പറയുന്നത് നിത്യതയുടെ സമയത്തെ പറ്റിയാണ്. അല്ലെങ്കിൽ നിത്യതയ്ക്ക് ആരംഭം ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ല, അതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ആദി എന്ന് പറഞ്ഞാൽ നിത്യതയിൽ എന്നാണ് അർത്ഥം. നിത്യതയിൽ വചനം ഉണ്ടായി. വചനം എന്തായിരുന്നു? അപ്പൊ ഒരു വചന ദൈവത്തോട് കൂടിയായിരുന്നു. വചന ദൈവം. രണ്ടാം വാക്യം ആരംഭിക്കുന്ന എങ്ങനെ? അവൻ. ഈ വചനത്തെ വ്യക്തിയായിട്ടാണ് അവൻ. അപ്പൊ ഈ വചനം എന്ന വാക്ക് ആരെ സൂചിപ്പിക്കുന്നു? ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പൊ വചനവും ദൈവവും തമ്മിലുള്ള വ്യത്യസ്തത, ആ ഡിസ്റ്റിങ്ഷൻ, ആ വ്യതിരക്തത ബൈബിൾ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ത്രിയേകത്വത്തെ പറ്റി പഠിപ്പിക്കുകയാണ്. മനുഷ്യനെ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നു. ഇതേ ദൈവം തന്നെ മനുഷ്യന്റെ ഛായയിലേക്ക് വരികയാണ്. മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കുന്ന അതേ ദൈവം മനുഷ്യന്റെ ഛായയിലേക്ക് വരികയാണ്. അപ്പൊ മനുഷ്യൻ എന്താണ് ദൈവത്തിന്റെ ഛായ? ദൈവത്തിന്റെ പ്ലൂറാലിറ്റി, മൊറാലിറ്റി. അപ്പൊ ദൈവത്തിന്റെ ഛായ, പ്ലൂറാലിറ്റി മനുഷ്യനിലുണ്ട്. ആത്മാവും മനസ്സും ശരീരവുമുള്ള 3 അസ്തിത്വങ്ങളുടെ സമ്മേളനമാണ് ഒരു മനുഷ്യൻ. അപ്പൊ പ്ലൂറാലിറ്റി ത്രിയേകത്വത്തിലുണ്ട്, ദൈവത്തിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലൂറാലിറ്റി അവന്റെ സൃഷ്ടിയായ മനുഷ്യനിലുണ്ട്. മൊറാലിറ്റി ഉണ്ട്. സ്നേഹവും സത്യവും നീതിയുമല്ല ആ പറയുന്ന ആ നിത്യമായി നിൽക്കുന്ന ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സും മനുഷ്യരിൽ ദൈവം തന്നിരിക്കുന്ന അളവിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ ദൈവത്തിന്റെ ആദി വചനമായിരുന്നു. അപ്പൊ ഈ വചനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രീക്ക് ഫോം എന്താണ്? ലോഗോസ് ആണ്. ഈ ലോഗോസ് എന്ന വാക്ക് ഗ്രീക്ക് ഉപയോഗിക്കുമ്പോൾ ഗ്രീക്കുകാരും വായിക്കും, യഹൂദന്മാരും വായിക്കും. യഹൂദന്മാർക്ക് ലോഗോസിന് അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് രണ്ടാം വാക്യത്തിൽ അറിയാൻ പറ്റും. അവൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഈ ലോഗോസ് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്, ഒരു അബ്സല്യൂട്ട് ആയിട്ടാണ്. അപ്പോ പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയുന്നത്, ഒരു വ്യക്തിയാണ് നമുക്ക് ആദ്യത്തെ വാക്യത്തിൽ തോന്നിയല്ല, രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു യോഹന്നാൻ അപ്പോസ്തലന്റെ ഒരു പ്രത്യേക ഭാഷാ പ്രയോഗമാണ്. എന്താണ് ലോഗോസ് എന്ന് പറഞ്ഞാൽ? യഹൂദന്മാർക്ക് വായിക്കുമെന്ന് മനസ്സിലാവും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച സൃഷ്ടിക്കായി ദൈവം ഉപയോഗിച്ച മാധ്യമമാണ് ലോഗോസ്. പ്രപഞ്ചത്വ ഉൽപ്പത്തിക്ക് കാരണമായ ദൈവിക ശക്തിയാണ്, ദൈവിക മാധ്യമമാണ് ഇത് ലോഗോസ്. ആർക്ക്? യഹൂദന്മാർക്ക്. ഗ്രീക്കുകാർക്ക് ലോഗോസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ആദി കാരണം. പ്രപഞ്ചത്തിന്റെ ആദി കാരണം. അവരെ സംബന്ധിച്ച് ദൈവത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവൊന്നും അവർക്കില്ല. അവർക്ക് അറിയാവുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ലോഗോസിൽ നിന്നാണ്, അല്ലെങ്കിൽ വചനം കൊണ്ടാണ് എന്നവർ അവരുടെ തത്വശാസ്ത്രം അനുസരിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഗ്രീക്കിൽ എഴുതപ്പെട്ട യോഹന്നാൻ സുവിശേഷം വായിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക് ലോഗോസ് എന്ന് കേൾക്കുമ്പോൾ അവൻ യഹൂദനാണെങ്കിൽ അവൻ മനസ്സിലാകും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ദൈവിക മാധ്യമം, ദൈവിക ശക്തി. മറ്റവർക്കോ പ്രപഞ്ചത്തിന്റെ ആദി കാരണം. ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന ഒരേ കാര്യമാണ്, ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. അപ്പോ നോക്കിക്കേ, അതാണ് ലോഗോസ്. ആ ലോഗോസ് ദൈവത്തോടു കൂടെ ആയിരുന്നു, ദൈവവുമായിരുന്നു. രണ്ടാം ഭാഗത്ത് അവൻ ആദ്യം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഒന്നിനും ഉറപ്പിച്ച് പറയുകയാണ്, അവൻ ഡിസ്റ്റിങ്ഷൻ കാണിച്ചുകൊണ്ട് പറയുകയാണ്, അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു, അവൻ ദൈവമായിരുന്നു. ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ വ്യക്തിയാണല്ലോ. ഈ വ്യക്തി ഇപ്പൊ എന്ത് സംഭവിക്കും? ഈ സൃഷ്ടാവ്, ഈ ഗ്രീക്കുകാരായ മനുഷ്യ, നീ വിശ്വസിക്കുന്ന ലോഗോസായ പ്രപഞ്ച കാരണഭൂതൻ, പ്രപഞ്ചത്തിന്റെ കാരണം ഇതാ മാംസമായിരിക്കുന്നു. വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം മാംസമായി. യഹൂദം വായിച്ചാലോ, അതെ, ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് ദൈവം സൃഷ്ടി നടത്തുന്ന മാധ്യമമായ ദൈവത്തിന്റെ സൃഷ്ടിശക്തിയായ വചനം ഇതാ മാംസമായിരിക്കുന്നു. അപ്പൊ വ്യക്തിയായി ദൈവമായി ഇപ്പോൾ അവതാരമായി യേശുവിനെ കാണാനായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ വായനക്കാരോട് നിർബന്ധം പറയുകയാണ്. ദൈവമാണവൻ, വ്യക്തിയാണവൻ, വ്യതിരിക്തമാണ് പിതാവുമായി. ഇതാ അവൻ പ്രപഞ്ച സൃഷ്ടാവാണ്, ലോഗോസ് ആണ്. ഇപ്പോൾ അവൻ ഇതാ മനുഷ്യാവതാരം എടുത്തിരിക്കുന്നു. സൃഷ്ടാവ്, ദൈവം, നിത്യൻ ഇതാ മനുഷ്യാവതാരം എടുത്തിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന വാക്ക് 14-ാം വാക്യത്തില് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതിന് പകരം ഉപയോഗിച്ചത് ടാബർനാക്കിൾഡ് എന്ന വാക്കാണ്. ആ അർത്ഥം വരുന്ന വാക്കാണ്. കൂടാരമടിച്ചു എന്ന ഒരു പദപ്രയോഗമാണ് ഈ ഗ്രീക്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ മരുഭൂമിയില് മോശ ദൈവം പറഞ്ഞിട്ടുണ്ടാക്കിയ സമാഗമ കൂടാരം പോലെ, സാക്ഷി കൂടാരം പോലെ, ടാബർനാക്കിൾ പോലെയാണ്
ആ ടാബർനാക്കിൾ അന്ന് യഹോവയുടെ സാന്നിധ്യം കൊടുത്തതുപോലെ യഹൂദന്മാരുടെ കൂടെ ഇസ്രായേലിന്റെ കൂടെ വസിച്ചതുപോലെ ഇന്നിതാ മനുഷ്യരൂപത്തിൽ മനുഷ്യ ശരീരത്തിൽ ദൈവം ഇതാ ടാബർനാക്കിളായിരിക്കുന്നു, കൂടാരം അടിച്ചിരിക്കുന്നു. അന്ന് അന്ന് ആ ഒരു സമാഗമ കൂടാരത്തിൽ അല്ലെങ്കിൽ ടാബർനാക്കിൾ, സാക്ഷ്യപേടകം അല്ലെ, ആ സാക്ഷ്യപേടകത്തിൽ എന്തുണ്ട്? ദൈവസാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് 14 വാക്യത്തിൽ പറയുമ്പോൾ എന്താ? വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അന്ന് ടാബർനാക്കിളിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് ഇതാ കർത്താവിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന് പുസ്തകം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റെ അർത്ഥം എന്താണ്? പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഏകജാതന്റേതുമായ മഹത്വത്തിന്റെ അർത്ഥം എന്താണ്? ഒറ്റപുത്രൻ എന്നാണ് അർത്ഥം. ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഒറ്റപുത്രൻ എന്നല്ല അർത്ഥം, ഏക അവതാരം എന്നാണ് അർത്ഥം. ഏകം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉള്ളി. ഏകം എന്ന് പറഞ്ഞാൽ ഉള്ളി. ഇവിടെ ജാതൻ എന്ന് പറഞ്ഞാലോ, അവതരിച്ചവൻ. യേശു ജനിച്ചതല്ല നമുക്ക് മനസ്സിലായല്ലോ. കാരണം അവൻ യുഗങ്ങൾക്ക് മുമ്പേ, സമയത്തിന് മുമ്പേ ഉള്ള നിത്യനായ ദൈവമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ജാതൻ എന്ന് പറഞ്ഞാൽ അവതരിച്ചവൻ, ഏകം എന്ന് പറഞ്ഞാൽ ഉള്ളി. ദൈവത്തിന്റെ ഉള്ളി അവതാരമായ ഉള്ളി ഇൻകാർണേഷൻ ഓഫ് ഗോഡ്, അവന്റെ മഹത്വം അവൻ മനുഷ്യ ശരീരത്തിൽ വസിച്ചപ്പോൾ, കൂടാരമടിച്ചപ്പോൾ നമ്മൾ ദർശിച്ചു, അല്ലെങ്കിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കണം എന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 17:5 വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 17:5. മറക്കല്ലോ ഈ വാക്യം, നിങ്ങൾ മറക്കരുത്, ഇപ്പോൾ ഓർമ്മയുണ്ടാകണം. ആകയാൽ പിതാവേ, ലോകം സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. മലയാളത്തെക്കാൾ വളരെ മനോഹരമാണ് ഇംഗ്ലീഷ് വായിച്ചാല്. അപ്പം അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ, ആ മഹത്വം, യേശുക്രിസ്തുവിന്റെ മഹത്വം, യേശു ഇടയ്ക്ക് മനുഷ്യ മഹത്വം വിട്ടിട്ടാ വന്നേ അല്ലെ? തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം എടുത്തു നമ്മൾ. അപ്പം യേശു ആ മഹത്വം എല്ലാം വിട്ടിട്ടാ വരുന്നത്. അല്ലെങ്കിൽ യേശു അതേ മഹത്വത്തോടെ വന്ന് ആർക്കും അടുക്കാൻ പറ്റൂല അല്ലെ? നമുക്കറിയാം 1 തിമോത്തി 6:16 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു രൂപത്തിൽ ദൈവം വന്നാൽ, യേശുവിന് വന്നാൽ ആർക്കും അടുക്കാൻ പറ്റും. എല്ലാവരും എന്താ പറഞ്ഞത്, നാടൻ ഭാഷയിൽ പറഞ്ഞാല് കണ്ണടിച്ചു പോകും. അപ്പോ എന്ത് ചെയ്തു? ആ മഹത്വം എല്ലാം ഉപേക്ഷിച്ചാ വന്നത്. അപ്പൊ പക്ഷെ എന്താണ് ഈ മഹത്വം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും മഹത്വം ഇല്ലാത്തവനാണോ? അല്ല. നമ്മുടെ ഈശോ പറയുകയാണ്, എല്ലാറ്റിനും മുമ്പേ അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന ആ മഹത്വം കൊണ്ട് തന്നെ ഇപ്പോൾ നീ മഹത്വപ്പെടുത്തണമേ. അപ്പൊ എന്തിനെഴുതിയത്? നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയത്. അപ്പോ യേശുക്രിസ്തുവിന്റെ മഹത്വം ഇടയ്ക്ക് വരുന്നതല്ല, ഇടയ്ക്ക് പോകുന്നതുമല്ല. ഈ ദൈവം കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കുന്നു, ലിമിറ്റ് ചെയ്യുന്നതാണ്. അത് ദൈവത്തിന്റെ തീരുമാനം. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. നമുക്ക്, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ മനുഷ്യർക്ക് യേശുവിനെ സമീപിക്കണമെങ്കിൽ മുഴുവൻ തേജസ്സോടെ വന്നാൽ, മഹത്വത്തോടെ വന്നാൽ പറ്റില്ല. അതുകൊണ്ട് മഹത്വം മറച്ചു വെച്ച് സാധാരണ മനുഷ്യനായിട്ട് യേശു അവരുടെ ഇടയിൽ വസിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ മഹത്വം എന്നേക്കുമുള്ളതാണ് നമ്മൾ തിരിച്ചറിയുക, പ്രിയപ്പെട്ട ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ക്രിസ്മസ് ഇതെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. സമയത്തിന്റെ പൂർണ്ണതയിൽ നമുക്കറിയാം, ഗലാത്യ ലേഖനം 4:4, സമയത്തിന്റെ പൂർണ്ണതയിൽ അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. സ്ത്രീയിൽ നിന്നും ജാതനായി എന്ന് പറഞ്ഞാൽ അവതരിച്ചു. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 8:58 എന്താണ്? യോഹന്നാൻ സുവിശേഷം 8:58. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. ഓക്കെ, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ഇത് നമുക്ക് ഗ്രാമർ നോക്കിയ തെറ്റാണത്. അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്നല്ലേ പറയണ്ടേ? അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്നാ പറയണ്ടേ? പക്ഷേ യേശു ഉപയോഗിച്ചിരിക്കുന്നത് ബിഫോർ അബ്രാഹാം വാസ് ഐ ആം. വാസ് ഐ ആം. ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഐ ആം. ഞാൻ ഉണ്ട്. ഐ ആം ഏത് വാക്കാണ്? യാവി. അല്ലെങ്കിൽ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന അർത്ഥനാണ്. അതായത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല, കുറച്ചുനാൾ ഇല്ലായിരുന്നു തോന്നിയല്ലേ? അപ്പൊ ഞാൻ ഉണ്ടെന്ന് പറയാൻ അന്നുകൊണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ഐ ആം യാവി.
ഐ ആം ഹൂ ഐ ആം. ഐ ആം വാട്ട് ഐ ആം. ഐ ആം. ആ വാട്ട് എന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടി, എംഫസിസ് ചെയ്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഐ ആം എന്നാണ് ശരി. ഞാൻ, ജീവൻ, ഹയ, യാവേ. അപ്പൊ എല്ലാ കാലത്തും ഉള്ളു. എബ്രഹാമിന് മുമ്പുണ്ട്. അതുകൊണ്ട് എബ്രഹാമിന്റെ മകനെന്ന് വിളിക്കാമോ? ശരിക്കും പറഞ്ഞാൽ പറ്റിയല്ല. പക്ഷെ വിളിക്കാമോ? ജൈവികമായിട്ട് വിളിക്കാം. ബ്ലഡ് ലൈൻ ആയിട്ട് ജീനിയോളജിയിൽ വിളിക്കാം. ദാവീദിന്റെ പുത്രനാണോ യേശു? ഈശോ ചോദിക്കുന്നില്ല ഞാൻ എങ്ങനെ ദാവീദിന്റെ പുത്രനാകും. ദാവീദ് തന്നെ കർത്താവ് എന്റെ കർത്താവിന് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ പാതപീഠമാക്കുമ്പോൾ നീ എന്റെ വലതുവശത്തിരിക്കുക. 110 സംഘത്തിൽ 1 വാക്യം. മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിന്റെ വാക്യം ഏതാണ്ട് മറന്നുപോയി. അപ്പൊ അവിടെ പറയാം, അപ്പൊ എങ്ങനെയാണ് ഞാൻ ദാവീദിന്റെ പുത്രനാകുന്നത്? ശരിക്കും പറഞ്ഞ യേശു ദേവന്റെ പുത്രനല്ല. പക്ഷെ ദാവീദിന് മുമ്പേ ഉണ്ട്, എബ്രഹാമിന് മുമ്പേ ഉണ്ട്. ദാവീദിന്റെ സൃഷ്ടാവാണ്. പക്ഷെ ദാവീദിന്റെ വംശാവലിയിൽ വരുമ്പോൾ അവനെ നമുക്ക് ആ മാനുഷികതയിൽ അവനെ ദാവീദിന്റെ പുത്രൻ വിളിക്കാൻ പറ്റും. പക്ഷെ അതേസമയം ഓർത്തിരിക്കുക, ദാവീദിന്റെയും സൃഷ്ടാവാണ് യേശു ക്രിസ്തു എന്ന് തിരിച്ചറിയും. അവൻ നിത്യനായ ദൈവമാണ് തിരിച്ചറിയും. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത് അവൻ എങ്ങനെ ദാവീദിന്റെ പുത്രനാകും. യേശു ആദ്യം വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ്. അതിനുശേഷമാണ് അവന്റെ മനുഷ്യത്വം വിശ്വസിക്കാൻ. അവൻ എങ്ങനെ ദാവീദിന്റെ പുത്രനാകും? ദാവീദ് കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞ് യേശു വരുന്നേ. ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെയാണ്? അവൻ വരാനിരിക്കുന്ന മിശിഹ വാഗ്ദത്തം അവൻ വംശാവലി വരുന്നു. മാതാവും ഔസേപ്പിതാവും രണ്ടുപേരും ദാവീദിന്റെ വംശാവലിയിലാണ്. അതുകൊണ്ട് ആ വംശാവലിയിലാണ് ദാവീദിന്റെ പുത്രനാകുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ദാവീദിന്റെ പുത്രനല്ല. മാനുഷികമായിട്ട് മാത്രമേ ഉള്ളൂ. ദൈവത്വത്തിൽ അവൻ ദാവീദിന്റെ പുത്രനല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്റെ ദൈവത്വം ഉറപ്പിക്കുകയാണ്. അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ദൈവത്വം ഉറപ്പിക്കുകയാണ്. ഞാൻ എങ്ങനെ ദാവീദിന്റെ പുത്രനാകുമെന്ന് ചോദിച്ചുകൊണ്ട് യേശു തന്റെ ദൈവത്വം ഉറപ്പിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ദൈവജനമേ, ക്രിസ്മസിലെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ സൂക്ഷിക്കുക. ഒരു ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല, വായിച്ചു വിട്ടിട്ട് നമുക്ക് അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ഓർത്തിരുന്നാൽ മതി. അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു ധ്യാനിക്കും. സാവധാനം വായിക്കണം. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ആരാണ് അവൻ? യേശു. യേശു ദൈവത്തിന്റെ രൂപത്തിലായിരുന്നു, ദൈവവുമായി സമനായിരുന്നു. ആ സമാനം നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. എന്ത് ചെയ്തു? തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആ ദാസന്റെ രൂപം അർത്ഥം എന്താണ്? ചില ചോദിക്കില്ല, എന്താ യേശു അനുസരിച്ചത്? ദാസന്റെ രൂപം എടുത്തുകൊണ്ടാ. പിതാവേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം. ദാസന്റെ രൂപം എടുത്തപ്പോ അങ്ങനെയാ പറയേണ്ടത്. മനസ്സിലായത്? ദാസന്റെ രൂപം എടുത്തു കഴിഞ്ഞാല് യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ പോയിരുന്ന് പിതാവിന് ഒരു ദാസൻ എങ്ങനെയായിരിക്കണമോ അങ്ങനെ തന്നെ വേണം യേശു എന്ത് ചെയ്യാൻ, ജീവിക്കാനായിട്ട്. യേശു നമുക്ക് മാതൃകയായിട്ടാണ് ദാസന്റെ രൂപം എടുത്തത്. നമ്മളെല്ലാം ദൈവത്തിന്റെ ദാസന്മാരാണ്. അതേസമയം ദൈവത്തിന്റെ മക്കളുമാണ് ക്രിസ്തു യേശു. അത് 2-ാമത്തെ ഭാഗമാണ്, അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ. യേശു ക്രിസ്തുവിന്റെ ദാസന്മാരാണ് നമ്മൾ എന്നതുകൊണ്ട്, ദൈവത്തിന്റെ ദാസന്മാരായതുകൊണ്ട് ഒരു ദാസൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടി യേശു ദാസന്റെ രൂപം എടുത്തു. അപ്പൊ ദാസന്റെ രൂപമാണെങ്കിൽ ആരുണ്ടപ്പുറത്ത്? യജമാനുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അനുസരിക്കേണ്ടി വരും. അതിരാവിലെ എഴുന്നേറ്റ് യേശു വിജനമായ ദേശത്തേക്ക് പോയി പിതാവിനോട് പ്രാർത്ഥിച്ചു. യേശു ദൈവമാണെങ്കിൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? യേശു ദൈവം അല്ലാത്തതുകൊണ്ടല്ല പ്രാർത്ഥിച്ചത്. ദാസന്റെ രൂപം എടുത്തപ്പോ ദാസനെ പോലെ വേണം ജീവിക്കാൻ. ദാസന്റെ രൂപം സ്വീകരിച്ചു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആമേൻ. കുരിശിൽ മരിക്കുന്നതിനും വരെ താഴ്ത്തണം. ആ താഴ്ത്തപ്പെടുന്ന സമയത്ത് യേശു പറയും, പിതാവ് എന്നേക്കാൾ വലുതാണ്. എന്തുകൊണ്ടാ? താഴ്ന്നിരിക്കുമല്ലേ. സ്വാഭാവികമായിട്ടും മുകളിലിരിക്കുന്ന ആൾ വലുതല്ലേ. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ എന്താ പറയുന്നത്? ആദ്യ വാക്യം എന്താ? ഇൻട്രൊഡക്ടറി വാക്യം എന്താ പറയുന്നത്? ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അപ്പം യേശു ക്രിസ്തു ദൈവവുമായി സമനാണ്, പിതാവും പരിശുദ്ധാത്മാവുമായി. എന്നാൽ ദാസന്റെ രൂപം എടുത്തു വെച്ചപ്പോൾ അവൻ താഴ്ത്തിയപ്പോൾ, അവൻ അനുസരണമുള്ളവനായതുകൊണ്ട് തന്നെ താഴ്ത്തിയപ്പോൾ അവൻ പറയും, 1-2 സ്ഥലത്ത് അവൻ പറയും, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അപ്പൊ
അപ്പൊ ഇത് ആദ്യത്തെ ഭാഗം വായിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അപകടം, ആദ്യം വിശ്വസിക്കേണ്ട യേശുവിന്റെ ദൈവത്വം, രണ്ടാമത് വിശ്വസിക്കേണ്ട ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, ആ മനുഷ്യാവതാരത്തെ അവനെടുത്ത ദാസന്റെ രൂപം, താഴ്ത്തിയ സംഭവങ്ങള്, അനുസരിക്കാൻ തയ്യാറായി നമുക്ക് മാതൃകയായി തന്നത് എല്ലാം നമ്മൾ മനസ്സിലേക്ക് വരണം. ഇവിടെ ദൈവജനമേ, ഈ ഒരു എളിമയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് അഭിഷേക പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവത്തിന്റെ സമാധാനം നമ്മളോടൊപ്പം വ്യാപരിക്കുന്ന സമയമാണ്. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കും. പറ്റുന്നവർക്കൊക്കെ ആയിരിക്കുന്നിടത്ത് നിന്ന് മുട്ടുകുത്തി ഈശോയെ ആരാധിച്ച് അവന്റെ പാദം ചുംബിച്ച് സങ്കീർത്തനം 2:10, 11, 12 പുത്രന്റെ പാദം ചുംബിക്കുവിൻ, വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടത്. അവൻ സത്യവഴിയാണ്, അവന്റെ സിംഹാസനം സ്വർഗത്തിലാണ്, അവന്റെ പാദം പീഠം ഭൂമിയിലാണ്. നമുക്ക് അവനെ ആരാധിക്കാനായിട്ട് സാധിക്കണം. സ്വർഗത്തിൽ അവൻ ആരാധിക്കപ്പെടും. എല്ലാവരും കണ്ണുകളടച്ച് നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കുന്നുണ്ടല്ലോ. പിശാച് യേശുവിനെ പ്രലോഭിപ്പിക്കുന്ന സമയത്ത് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8, 9 ഒരു ഉയർന്ന മലയുടെ മുമ്പിൽ കൊണ്ടുപോയി ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു. അതിന്റെ മഹത്വം കാണിച്ചു കൊടുത്തു. പറഞ്ഞു, നീ എന്നെ കുമ്പിട്ടാരാധിച്ചാൽ ഞാൻ നിനക്ക് ഇതെല്ലാം തന്നേക്കാം. പിശാചിന് എന്താ വേണ്ടേ? ആരാധന. എങ്ങനെയുള്ള ആരാധന? സ്പെസിഫിക് ആണ്. പിശാച് യേശുവിനോട് പറയുകയാണ്, എനിക്ക് ആരാധന കുമ്പിട്ടാരാധന. വളരെ പർട്ടിക്കുലർ ആണ്, വളരെ സ്പെസിഫിക് ആണ്, കൃത്യതയോടെയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് എന്താ പറയുന്നേ, അത് കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാ ചോദിക്കുന്നത്. എന്നെ ചുമ്മാ ആരാധിച്ചാൽ പോരാ, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ. അതുകൊണ്ട് നമ്മള് ചുമ്മാ ആരാധിച്ചാൽ പോരാ കർത്താവിനെ. പിശാചിനെ ലജ്ജിപ്പിക്കണമെങ്കിൽ, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ദൈവത്തെ പ്രഖ്യാപിക്കണമെങ്കിൽ, അവനെ സ്വർഗത്തിൽ മാലാഖമാർ ആരാധിക്കുന്നത് പോലെ പിശാച് ഒരു നാൾ വീഴുന്നതിന് മുമ്പ് അവൻ മാലാഖയായിരുന്ന സമയത്ത് എങ്ങനെയാണോ യേശുവിനെ ആരാധിച്ചത്, സ്വർഗത്തിലെ ആരാധന കണ്ടിട്ട് കൊതി വന്ന പിശാച് സാത്താൻ യേശുവിനെ നോക്കി നീ എന്നെ കുമ്പിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു കീ കിട്ടുകയാണ്. അവനെ നാണിപ്പിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മള് യേശുവിനെ കുമ്പിട്ട് ആരാധിക്കണം. അതുകൊണ്ട് സാഷ്ടാംഗം വെച്ച് കുമ്പിട്ട് ആരാധിക്കും. ദിവസത്തിൽ 2 നേരമെങ്കിലും കർത്താവിനെ അങ്ങനെ ആരാധിക്കണം. അത് കൂടുതലാകാം, എത്ര വേണമെങ്കിലും ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. സാധിക്കുന്നിടത്തോളം അങ്ങനെ ചെയ്യുക. ചില സമയത്ത് നമുക്ക് അതിനുള്ള അവസരം സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക. പക്ഷെ ശരീരത്തെ വണക്കാൻ പറ്റുന്ന സമയത്ത്, കുമ്പിടാൻ പറ്റുന്ന സമയത്തെല്ലാം ശരീരത്തെ കുമ്പിട്ട് തന്നെ ആരാധിക്കുക. മുട്ടുമടക്കാൻ പറ്റുന്നിടത്തോളം കാലം, കുമ്പിടാൻ പറ്റുന്നിടത്തോളം കാലം അവനെ കുമ്പിട്ട് ആരാധിക്കും. അവൻ നമ്മുടെ ദൈവമാ, അവൻ നമ്മുടെ രക്ഷകന്, അവൻ കർത്താവ്. അതാണ് ക്രിസ്തുമസ്. അവന്റെ വരവിന്റെ നാൾ. അവൻ ചെറുതായി വന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണടയ്ക്കാം. പറ്റുന്നവര് മുട്ടുകുത്തി കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവമേ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു മിനിറ്റ് കർത്താവിനെ സ്തുതിക്കാം. മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. റീബാറ കുറുബല ശരരബ ദിരാറി ഖറാബനഹന്ത ബറദിശാന്തുരി ഖറാബനഗദബരി ദിശാന്തുരി ഖറാബനഗാദിബറ ലശാന്തുരിയ ഖറാബനഗദബരി ദിരാർദ ശന്തുരി ഖറാബറ തുറന്തുന കലാബനഗദബറ ലശരരബ ശിഹോറിയ ഖറാബനഗാദിബറ ലശാന്തുരിയ.